പ്രിയ സുഹൃത്തുക്കളെ, പ്ലാവിലയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്ലാവിലയിലെ അനുഭവത്തിലെ ഔഷധജ്ഞാനങ്ങളുമായിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ എത്തിയിരിക്കുന്നത്. ദേവവൃക്ഷമായ പ്ലാവിൻ്റെ എല്ലാ ഭാഗങ്ങളും മനുഷ്യ ജീവിതത്തിൽ ഉപകാരപ്രദമായവയാണ്. അതോടൊപ്പം തന്നെ അവയ്ക്കെല്ലാം തന്നെ ഓരോ വിധത്തിലുള്ള ഔഷധ ഗുണങ്ങളുമുണ്ട്. അതിൽ പ്ലാവിലയുടെ ഗുണങ്ങളിലേക്ക് തന്നെ നമുക്ക് ആദ്യമായി കടക്കാം. പരമ്പരാഗതമായി ഏതെല്ലാം കാര്യങ്ങളിൽ എന്തെല്ലാം ആവശ്യത്തിന് വേണ്ടി ഏതെല്ലാം സന്ദർഭങ്ങളിൽ പ്ലാവില ഉപയോഗിക്കുന്നു എന്നാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിലാദ്യമായി പ്രസവിച്ച സ്ത്രീകൾക്ക് വേണ്ടി തയ്യാറാക്കുന്ന ഒരു ഭേദം വെള്ളമുണ്ട്. പലവിധ ഔഷധ ഇലകൾ ഇട്ട് തിളപ്പിച്ച കഷായ വെള്ളത്തിലാണ് പ്രസവിച്ച് 41 ദിവസവും സ്ത്രീകളെ കുളിപ്പിച്ച് വരാറുള്ളത്. അതിലേറ്റവും പ്രധാനമാണ് പ്ലാവില. പ്ലാവിലയിൽ തന്നെ പഴുത്ത പ്ലാവിലയാണ് സാധാരണയായി ഇട്ട് കാണുന്നത്. പ്രസവിച്ചു കഴിഞ്ഞാൽ നീർക്കെട്ട് പോലുള്ള വാദസംബന്ധമായ പലതരം അസുഖങ്ങൾ വരാനുള്ള സാധ്യതയുണ്ടത്രേ. അതുകൊണ്ടാണ് ഈ ഔഷധ ഇലകൾ ഇട്ടുകൊണ്ടുള്ള കഷായത്തിൽ കുളിപ്പിച്ചു വരുന്നത്. ഇനി മുറിവുണക്കാൻ എങ്ങനെയാണ് പ്ലാവില ഉപകാരപ്രദമാകുന്നതെന്ന് നോക്കാം. ഇത് പണ്ട് മുത്തശ്ശി അതുപോലെ അമ്മയൊക്കെ ചെയ്തു വന്ന് കണ്ട അറിവാണ്. കുട്ടികൾ ചെറുതാകുമ്പോൾ വീണിട്ട് മുറിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇങ്ങനെ തോല് പോയി കഴിഞ്ഞാൽ നല്ല പച്ച വെളിച്ചെണ്ണ തടകിയിട്ട് അതിൻ്റെ മേലെ ഈ പ്ലാവില അടുപ്പിൽ ചെറുതായി ചൂടാക്കി ചെറു ചൂടോടുകൂടി വെക്കും. പ്ലാവിലയിൽ നിന്ന് വരുന്ന ഔഷധക്കൂട്ടോട് കൂടിയ ഈ ചെറു ചൂട് മുറിവുണക്കാൻ വളരെ പെട്ടെന്ന് തന്നെ മുറിവുണക്കാൻ സഹായകമാകാറുണ്ട്. ഇനി മൂന്നാമതായി മനുഷ്യനെ ആരോഗ്യസമ്പുഷ്ടമാക്കുന്നതിൽ പ്ലാവിലയ്ക്കുള്ള സ്ഥാനം വളരെ വലുതാണ്. ഇത് പൂർവികർ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് പ്ലാവിലയിൽ ഉണ്ടാക്കുന്ന അപ്പം വളരെ പ്രധാനമായി ആചാരങ്ങളിലും മറ്റും ഉപയോഗിച്ചു വരുന്നത്. ഉത്തര മലബാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട അനുഷ്ഠാനമാണ് പൂരാഘോഷം. കന്യകമാരായ പെൺകുട്ടികൾക്ക് നടത്തുന്ന ഒരു ആചാരവും അനുഷ്ഠാനവും കൂടിയാണത്. ഈ സമയത്തുണ്ടാക്കുന്ന കാമദേവന് സമർപ്പിക്കുന്ന വിഭവങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വത്സൻ എന്ന പേരിൽ അറിയപ്പെടുന്ന അപ്പം. അരി വളരെ കട്ടിയായി അരച്ചെടുത്ത് പ്ലാവിലയിൽ നേർക്കെ പരത്തിയിട്ട് അതിൻ്റെ മുകളിൽ തേങ്ങയും വെല്ലവും ചേർത്ത് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കുന്ന അപ്പത്തിനെയാണ് വത്സൻ എന്ന് പറയുന്നത്. ഈ അപ്പത്തിന് എന്തുകൊണ്ടാണ് വത്സൻ എന്ന പേര് വന്നതെന്ന് ഞാൻ പലവട്ടം ആലോചിച്ചിട്ടുണ്ട്. എനിക്ക് എവിടെ നിന്നും അതിൻ്റെ ഉത്തരം കിട്ടിയിട്ടില്ല. ഏതായാലും കേൾക്കാൻ നല്ല ഇമ്പമുള്ള പേരാണ് വത്സൻ. പ്ലാവിലയിൽ വേറെ രീതിയിലും അപ്പം ഉണ്ടാക്കാറുണ്ട്. പ്ലാവില കുമ്പിള് പോലെ കോട്ടിയിട്ട് അതിൽ ഈർക്കൽ കുത്തിവെച്ച് അതിൽ അരിപ്പൊടിയും അതുപോലെ വെല്ലവും ശർക്കരയൊക്കെ കുഴച്ചുണ്ടാക്കുന്ന മാവ് നിറച്ച് ആവിയിൽ വെച്ച് കുമ്പിളപ്പം വേറെയും ഉണ്ടാക്കാറുണ്ട്. ഇനി പ്ലാവിലയുടെ മറ്റൊരു ഉപയോഗം എന്ന് പറഞ്ഞാൽ പഴയകാലത്തെ സ്പൂണാണ് പ്ലാവില. ചെറുപ്പകാലത്തൊക്കെ ഞാൻ ഓർമ്മിക്കുന്നുണ്ട്, പ്ലാവില കോട്ടി വെച്ചിട്ടുണ്ടാവും മുത്തശ്ശി. ചൂടുള്ള കഞ്ഞിയിൽ ഉപ്പിട്ട് കഴിഞ്ഞാൽ ഈ പ്ലാവില കൊണ്ടാണ് അത് കോരി കുടിക്കുക. പഴയകാലത്ത് ഒരുപക്ഷെ ഇതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും പല രോഗങ്ങളെയും അതിജീവിച്ചിട്ടുണ്ടാവുക. നല്ല കുത്തേരി കഞ്ഞിക്ക് തന്നെ വളരെയധികം ഔഷധ ഗുണങ്ങളുണ്ട്. പല വിധത്തിലുള്ള രോഗങ്ങളെ ഇല്ലാതാക്കാൻ അതിന് തന്നെ കഴിയും. ഈ ചൂടുള്ള കഞ്ഞിയിൽ പ്ലാവിലയുടെ ഔഷധാംശം കൂടി ചേരുമ്പോൾ പല രോഗങ്ങളെയും അതിജീവിക്കാനുള്ള ശക്തി അത് നൽകുക തന്നെ ചെയ്തിട്ടുണ്ടാവണം. ഇങ്ങനെ നിത്യജീവിതത്തിൽ പ്ലാവില കൊണ്ടുള്ള ഗുണങ്ങൾ, ഉപയോഗങ്ങൾ ഒട്ടനവധിയാണ്. ആരോഗ്യസമ്പുഷ്ടമായ ഒരു ജീവിതമാണ് അത് നമുക്ക് വാഗ്ദാനം നൽകുന്നത്. പ്രകൃതിയുമായി ചേർന്ന് നിൽക്കുന്ന ഇത്തരം അനുഭവങ്ങളും അറിവുകളും ഇന്നത്തെ തലമുറയ്ക്ക് ഉണ്ടാവണമെന്നില്ല. എന്നാൽ ഇവയുടെയൊക്കെ ഗുണങ്ങൾ അറിഞ്ഞു വയ്ക്കുന്നത് അവർക്കും ഗുണം ചെയ്യും. അവരത് ഒന്നുമില്ലെങ്കിൽ നശിപ്പിക്കാതിരിക്കും. പ്ലാവ് പോലുള്ള വൃക്ഷങ്ങളുടെ പ്രാധാന്യം തിരിച്ചറിയുമ്പോൾ, അതിന് എത്രത്തോളം ഔഷധ ഗുണമുണ്ടെന്ന് തിരിച്ചറിയുമ്പോൾ സ്വന്തം പറമ്പിൽ ഒത്തിരി സ്ഥലമുണ്ടെങ്കിൽ ഒന്ന് നട്ടു വളർത്താനും അത് ഉപയോഗിക്കാനൊക്കെ അവർ സന്നദ്ധരാവുക തന്നെ ചെയ്യും. ഇത് പ്ലാവിലയെക്കുറിച്ചുള്ള കുറച്ച് വിവരങ്ങൾ, വിശേഷങ്ങൾ. ബാക്കി വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒരിക്കൽ കൂടി നന്ദി.